രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ മേഖലകളിൽ ആനുകൂല്യങ്ങൾ കുടിശ്ശികയായി കിടക്കുന്ന ഗുണഭോക്താക്കൾക്കും വമ്പൻ സന്തോഷ വാർത്ത. പെൻഷൻ തുക 2000 രൂപയാക്കി ഉയർത്തിയതിന് പിന്നാലെയാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുമെന്നും കുടിശ്ശിക വരുത്തുകയില്ല എന്നും കെട്ടിട നിർമ്മാണ മേഖലകളിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയുടെ വിതരണം ഉൾപ്പെടെ ഉടൻ ആരംഭിക്കുമെന്നും ധനവകുപ്പ് മന്ത്രി വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് ഇലക്ഷൻ ബമ്പർ ബജറ്റ് പ്രഖ്യാപിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ രീതിയല്ല എന്നും KN ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ തുകയിൽ വർധനവുണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും DA കുടിശ്ശിക കൊടുത്തു തീർക്കലും വൈകാതെ തന്നെ ആരംഭിക്കും. കുടിശ്ശിക തീർത്ത് വിതരണ നടപടികൾ ആരംഭിച്ചിരുന്നു എങ്കിലും കേന്ദ്രം ഫണ്ടുകൾ വെട്ടിക്കുറച്ചതോടെ 2.5 ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ടതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. 2026 ജനുവരി മാസത്തിലെ ആദ്യ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ സംസ്ഥാനത്ത് സജീവമായി. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും 2000 രൂപ വീതം ഇന്നു മുതൽ കൃത്യമായി തന്നെ എത്തിച്ചേരും. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിലായി 7 ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന NSAP വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും കേന്ദ്രവിഹിതം ഒഴികെയുള്ള തുക എത്തിച്ചേരും. ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത്. വരാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധനവ് കൂടി വരുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. ജനുവരി 29-ന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ ഗുണഭോക്താക്കൾ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. ബജറ്റ് കൂടുതൽ ജനകീയമാക്കുമെന്ന് ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമ്പോൾ സർക്കാർ മാനദണ്ഡങ്ങൾ കൂടി കർശനമാക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ അപേക്ഷകരുടെ ഭൗതിക സാഹചര്യ പരിശോധനകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കും. പുതിയതായി പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും കർശന പരിശോധനകൾ നേരിടേണ്ടി വരും. ഇത്തരത്തിൽ പരിശോധന ആരംഭിക്കുമ്പോൾ 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങളുള്ളവർ, താമസിക്കുന്ന വീടുകളിൽ എയർ കണ്ടീഷൻ ഉള്ളവർ, കുടുംബത്തിലെ 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള AC വാഹനങ്ങളുള്ളവർ, കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരാകാത്ത മക്കളുടെ വരുമാനം കൂടി കണക്കിലെടുക്കും. കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ആളുകൾ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും. എന്നാൽ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കേണ്ടതില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റേതെങ്കിലും പെൻഷൻ തുക കൈപ്പറ്റുന്നവർ, സർക്കാർ, കേന്ദ്ര സർക്കാർ ജീവനക്കാരുള്ളവർ എന്നീ വീടുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും. ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം ആനുകൂല്യം എത്തിച്ചേരുന്ന രീതിയിലാണ് ജനുവരി മാസം മുതലുള്ള വിതരണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ വീണ്ടും സമർപ്പിക്കണമെന്ന് ചില പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ മാത്രം ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ജനുവരി 31-ന് മുൻപായി സമർപ്പിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം വാങ്ങി സമർപ്പിക്കുന്നതിനും പുതിയ അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട്. അറിയിപ്പുകൾ ലഭ്യമായിട്ടുള്ള ആളുകൾ മാത്രം ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്തുകളിൽ സമർപ്പിക്കേണ്ടതാണ്.